ഏത് സ്റ്റാർ പാക്ഡ് ബെൽജിയം? എന്ത് ബെൽജിയം? ബെൽജിയമൊക്കെ ഇവാന്റെ കാലിന്റെ കീഴിൽ കിടപ്പുണ്ട്. വെറുതെ പറയുന്നതല്ല. കെവിൻ ഡി ബ്രൂനെയും റൊമേലോ ലുക്കാക്കോവും പിന്നെ തിയവോ കോട്ടോയ്സും ഒക്കെ ഉൾപ്പെടുന്ന വൻ തോക്കുകളുടെ യൂറോപ്പിനെ ഉറപ്പിക്കുന്ന ബെൽജിയൻ ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരമായിരുന്ന ഇവാൻ കലൂഷ്നിയുടെ കാലിന്റെ ഇടപെട്ട് ചതഞ്ഞെറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒത്തിരി പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവർക്കും വിശ്വസിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു ഗോൾഡൻ ആമായിരുന്നു ഇവാൻ കലൂഷ്നി. ആ ഒരു ഉക്രൈനിൽ നടന്ന യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവാരത്തിനേക്കാൾ അല്ലെങ്കിൽ ISLന്റെ സ്റ്റാൻഡേർഡിനേക്കാളിലൊക്കെ മുകളിൽ നിൽക്കുന്ന പ്ലെയർ ആയിരുന്നു ഇവാൻ കലൂഷ്നി. ഇവാൻ കലൂഷ്നി നേടിയ ഗോളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ അപാരമായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്കില്ല് കാണാൻ കഴിയും. മറ്റാരെ കൊണ്ടും ISLൽ നേടാൻ കഴിയാത്ത വിധത്തിലുള്ള ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ മകുടോദാഹരണങ്ങളായിരുന്നു ഇവാൻ കലൂഷ്നി നേടിയ ഓരോ ഗോളുകളും. ഏതായാലും തള്ളി അങ്ങോട്ട് പോകുന്നില്ല. ബെൽജിയം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളായിട്ടുള്ള സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ബെൽജിയത്തിനെ കഴിഞ്ഞ ദിവസം ഉക്രൈൻ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ തല ഉയർത്തുന്നത് നമ്മുടെ ഇവാൻ കലൂഷ്നി ആയിരുന്നു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷനുകളും ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ടാക്കിളുകളും നടത്തിയത് നമ്മുടെ ഇവാൻ കലൂഷ്നി ആയിരുന്നു. മുന്നേറ്റത്തിലും പ്രതിരോധ നിരയിലും ഒരുപോലെ അദ്ദേഹം നിർണായക പങ്കുവച്ചു. നിരവധി ടാക്കിളുകൾ വിജയിച്ച അദ്ദേഹം ഫൈനൽ തേർഡിലേക്ക് 6 പാസുകൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻ കലൂഷ്നി എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ പഴയ അഭിമാന ഭാജനം ഇപ്പോഴും ആരാധകർക്ക് അഭിമാനമാണ്. വമ്പൻ ക്ലബ്ബല്ല, യൂറോപ്പിന്റെ മകുട ക്ലബ്ബുകളിൽ ഒന്നായിട്ടുള്ള യൂറോപ്പിലെ വമ്പൻ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള വമ്പൻ ശക്തികളിൽ ഒന്നായിട്ടുള്ള ബെൽജിയത്തിനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടു.